നോബൽ ബാരിക്കാരൻ ഈ ആത്മവിശ്വാസത്തിലാണ് RJD. അതേ ആത്മവിശ്വാസം തന്നെ BJP ക്യാമ്പിനുമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ മോദി തന്നെയാണ് ഈ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത്. മോദി വലിയ പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് 121 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ NDA ക്യാമ്പിന് ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് നോബൽ ബാരിക്കാരൻ? അരുൺ, ഗുഡ് മോർണിംഗ്. NDA ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. കാരണം ബീഹാറിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ ബീഹാറിൽ NDA വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി തന്നെയാണ് അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രചാരണം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത്. മികച്ച ഭൂരിപക്ഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പോസിൽ കുറിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ബീഹാറിൽ നടക്കുന്നത് എന്ന് മോദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ചുകൊണ്ടും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ഓരോ ഇടങ്ങളിലും റാലികൾ സംഘടിപ്പിച്ചത്. ഓരോ റാലിയിലേക്കും ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ആണ് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഇളക്കി മറിച്ചുള്ള പ്രചാരണമാണ് ബീഹാറിൽ NDA നടത്തിയത്. അതിന് ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരും ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതുമാത്രമല്ല, ബീഹാറിലെ ജനങ്ങളോട് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കാൻ നിങ്ങൾ കൃത്യമായി തന്നെ വോട്ട് ചെയ്യണം, NDA വിജയിപ്പിക്കണം, വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ NDA വേണം. ഇപ്പോൾ നക്സലൈറ്റുകളെയും അതോടൊപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെയും സംരക്ഷിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് കൃത്യമായി മറുപടി നൽകണം എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരായിരിക്കും NDAയുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം പ്രധാനമായും NDA കടന്നാക്രമിച്ചത്. അവിടെയും ഇപ്പോൾ വോട്ടെടുപ്പ് ദിനത്തിലും സാമ്പ്രാട്ട് ചൗധരി, നിലവിലത്തെ ഉപമുഖ്യമന്ത്രി, പറയുന്നത് NDAക്ക് ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് നിതീഷ് കുമാർ ആണ് എന്നാണ്. അത്തരത്തിൽ ഒരു വിള്ളലും ഇല്ലാതെ NDA മുന്നോട്ട് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. എന്താണെങ്കിലും BJPക്ക് തികഞ്ഞ ആത്മവിശ്വാസം, ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്ന ഉറപ്പ് പ്രധാനമന്ത്രിക്ക് അടക്കം ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ് അടക്കം നമുക്ക് കാണിച്ചു തരുന്നത്. നോബൽ ബാരിക്കാരനാണ്. ഇനി പിയാ സുനിലേക്ക് കൂടി പോയാൽ, പിയാ സുനിൽ 13% ആദ്യത്തെ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതത്ര മോശം പോളിംഗ് അല്ല. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് മഹാസഖ്യം പറയുന്നു. എന്നാൽ സർക്കാർ വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് മോദി പറയുന്നു. ഇതിനിടയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഫയൽസ്, ഹരിയാന ഫയൽസിലെ ഈ വെളിപ്പെടുത്തലൊന്നും ഗ്രാമങ്ങളിൽ ആളുകൾ അറിഞ്ഞ മട്ടില്ല എന്ന് തോന്നുന്നു. നഗരത്തിൽ കുറച്ചധികം ആളുകൾ ചർച്ച ചെയ്തു എന്നതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ അവസാന നിമിഷത്തിൽ മാറ്റാൻ പറ്റിയ ഒരു തരംഗമോ കാറ്റോ ഒന്നും ആയിട്ട് മാറിയിട്ടില്ലല്ലോ അല്ലേ? ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ബീഹാറിൽ വലിയൊരു സ്വാധീനമാകും എന്ന് കരുതുന്നില്ല. ബീഹാറിൽ പ്രധാനമായും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തേജസ്വി യാദവിന്റെ പ്രചരണ റാലികൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹം ഒരിക്കൽ പോലും ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടോ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു പരാമർശം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിച്ചിട്ടില്ല. അതിന് പകരം തൊഴിലില്ലായ്മ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, വികസനമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളാണ്, ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായും തേജസ്വി യാദവ് ഉയർത്തിക്കാട്ടിയത്. അതുകൊണ്ട് ഈ വോട്ട് ചോരി അല്ലെങ്കിൽ ഹരിയാനയിലെ ഈ ഫയൽസ് വിവാദമൊക്കെ തന്നെ ബീഹാറിൽ ഏതെങ്കിലും വിധത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയില്ല. അതേസമയം ഇതൊരു ചർച്ചയാണ്. നഗരമേഖലകളിലൊക്കെ തന്നെ ഇങ്ങനെയൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തിയപ്പോഴൊക്കെ തന്നെ വലിയ പിന്തുണ അതിന് ലഭിച്ചിരുന്നു. അന്ന് തേജസ്വി യാദവ് കൂടി ചേർന്നാണ് ഒരു യാത്ര നടത്തിയത്. അപ്പോൾ അന്ന് RJD ഒക്കെ പിന്തുണയുള്ളത് കൊണ്ടാണ് വലിയൊരു ക്രൗഡ് അതിനുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പൊതുവെ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും 13% വോട്ട് 9 മണിവരെ എന്നത് മോശപ്പെട്ട വോട്ട് ശതമാനമല്ല. നഗരമേഖലകളിൽ സാധാരണ നമുക്കറിയാമല്ലോ, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേസമയം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ബീഹാറിൽ നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു 65% മുകളിലേക്ക് ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം ഉയരും എന്നാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. താങ്ക് യു. പിയാ സുനിലും ആദിൽ പാലോടും നോബൽ ബാരിക്കാരനുമാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.